ചൂരൽമലയിൽ നിന്ന് മനുഷ്യർ കുടിയിറങ്ങിക്കഴിഞ്ഞു. പക്ഷേ ബാക്കിയായ കുറേ കന്നുകാലികൾ ചൂരൽമല അങ്ങാടിയിലും പരിസരത്തുമൊക്കെയായി ഇപ്പോഴും കഴിയുകയാണ്. വെയിലിറങ്ങിയാൽ ഇപ്പോൾ ഇരുട്ടുഭീതി നിറയ്ക്കുന്ന ചൂരൽമലയിൽ ആ കന്നുകാലികൾ പക്ഷേ തനിച്ചാണ്. സുരക്ഷിത താവളമില്ലാതെ എവിടെയൊക്കെയോ കഴിയുന്നവയാണവ. ഉറ്റവരും ഉടയവരും ഉണ്ടായിരുന്ന കന്നുകാലികൾ പൂർണ്ണമായും അനാഥത്വത്തിലാണ്. ദുരന്തത്തിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ നമ്മൾ കന്നുകാലികളും മറ്റ് മിണ്ടാപ്രാണികളുമൊക്കെ ഈ മേഖലയിലാകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടതാണ്. അത് വലിയ സങ്കടകരമായ കാഴ്ചയുമായിരുന്നു. ഈ കന്നുകാലികൾ പ്രധാനപ്പെട്ടത് പശുക്കളായിരുന്നു. ആ പശുക്കളെ ഇവിടെ നിന്ന് മാറ്റും, ക്യാമ്പുകൾ ഉറപ്പുവരുത്തുമെന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, മുണ്ടക്കയിലെയും ചൂരൽമലയിലുമെല്ലാം പശുക്കൾ ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് തന്നെ ജീവിച്ചവരാണ്. പക്ഷേ അവർക്ക് രാത്രിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുള്ളതാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള കന്നുകാലി വളർത്തുന്നവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. 1-2 കന്നുകാലികളല്ല, 50ഓളം കന്നുകാലികളാണ് മേഖലയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. പലതിൻ്റെയും ഉടമസ്ഥരെ അപ്പാടെ ഉരുളെടുത്തു. മറ്റു ചിലതിൻ്റെ ഉടമകൾ ദൂരങ്ങളിലെ ക്യാമ്പുകളിലാണ്. എല്ലാ ദിവസവും എത്തിനോട്ടം കൊണ്ട് പോലും പരിചരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. പുലിയും കടുവയുമൊക്കെ പലപ്പോഴും കന്നുകാലികൾക്ക് നേരെ അതിക്രമം നടത്തിയ മേഖല കൂടിയാണ് ചൂരൽമലയും മുണ്ടക്കയും. സുരക്ഷിതമായ സ്ഥലത്ത് രാത്രിയിൽ അഭയം തേടിയ ഈ മിണ്ടാപ്രാണികൾ അരക്ഷിതരായി പലയിടത്തും കഴിയുകയാണിപ്പോൾ. ഇവിടെ ആളുകളെല്ലാം പറഞ്ഞു ഇങ്ങനെ ഒരു പശുവിനെ പുലി പിടിച്ചു എന്ന് പറഞ്ഞു. ആരുതാന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് എൻ്റെയാണ് സാധനം. ഇതിപ്പോൾ ഞങ്ങൾ ക്യാമ്പിലായതുകൊണ്ട് വീട്ടിൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. വളരെ വിഷമത്തിലാണ് ഞങ്ങൾ. ഒരുപാട് പശുക്കളുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. കൊണ്ട് കെട്ടാൻ തൊഴുത്തു പോലും ഇല്ലാത്ത ആ അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും തിരിച്ചിവിടെ വന്ന് സേഫ്റ്റി ആകണമെന്ന് ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ. കെട്ടിയിട്ട് വളർത്തണമെന്ന അഭിപ്രായം കർഷകർക്ക് ആർക്കുമില്ല. പകരം രാത്രിയിൽ വെളിച്ചമുള്ള സുരക്ഷിതമായൊരിടം, കൂടെ അവിടെ തീറ്റയും മറ്റും എത്തിക്കണം. പരിചരണം ഉറപ്പാക്കാൻ ഒരാളെങ്കിലും മുഴുവൻ സമയം പരിസരത്തുണ്ടാവണം. ആവശ്യങ്ങൾ മനുഷ്യഭാഷയിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത ജീവനുകളല്ലേ. കണ്ടറിഞ്ഞ് ചെയ്യുന്നതേ ഈ മിണ്ടാപ്രാണികൾക്കുള്ളൂവെന്ന് നമ്മളും തിരിച്ചറിയണം. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും പ്രദേശവാസികളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗങ്ങളിലൊന്ന് ഈ കന്നുകാലികൾ കൂടിയായിരുന്നു. ദുരന്തം ബാക്കി വെച്ച ജീവിതത്തിൽ മനുഷ്യന്മാരെ നമ്മൾ ക്യാമ്പിലേക്ക് മാറ്റി. കന്നുകാലികൾക്ക് ക്യാമ്പ് ഒരുക്കുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ കന്നുകാലികളിൽ മിക്കതും ഈ മേഖലയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. കൃത്യമായി ഭക്ഷണം പോലും ഇവയ്ക്ക് ലഭിക്കുന്നില്ല. പരിഹാരമുണ്ടാവേണ്ടേ? മിണ്ടാപ്രാണികളും ഈ ദുരന്തത്തിൽ അതിജീവിച്ചവരല്ലേ. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, വയനാട്.